എല്ലാവർക്കും നമസ്കാരം. +1 സുവോളജിയുടെ ആദ്യ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഹയർ സെക്കൻഡറി ബയോളജിയെക്കുറിച്ചും ബയോളജി നമ്മൾ പഠിക്കേണ്ട ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളെയും കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് പതിയെ പ്രവേശിക്കുകയാണ്. നമുക്ക് സുവോളജിയിലെ ഈ വർഷം 11 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയൊരു പക്ഷേ സിലബസിൽ മാറ്റങ്ങൾ വരുമോ ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 11 ചാപ്റ്ററുകൾ ഉണ്ട്. ഒരു പക്ഷേ കോവിഡ് കാരണം സിലബസിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഒന്നാമത്തെ ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ്സ്. ജീവലോകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ലിവിങ്? എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനേഷൻ പറയാം? നമുക്കൊക്കെ ജീവനുണ്ടോ? നിങ്ങൾക്കൊക്കെ ജീവനുണ്ടോ? ഉണ്ടല്ലേ? എന്താ അതിന് തെളിവെന്താ? എന്താ തെളിവ്? എന്താ ഈ ചോദ്യം, എന്താ ഈ മാസം ഇങ്ങനെ ചോദിക്കുന്നു വിചാരിക്കുന്നു? ഇതിന് തെളിവുകളും തന്നെയാണ്. നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നു, കേൾക്കുന്നു, അത് അല്ലേ, നമ്മൾ സംസാരിക്കുന്നു, നടക്കുന്നു, ഇതൊക്കെ ജീവൻ്റെ സിമ്പിൾസാണ് അല്ലേ? അപ്പോൾ ജീവൻ എന്നതിന് ഒരു കറക്റ്റ് ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, ദ ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിങ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ഇൻട്രാക്റ്റീവ് സിസ്റ്റം capable ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. എന്താ ഈ ഒരു ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ജീവനുള്ള ജീവി എന്ന് പറഞ്ഞാൽ സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നാൽ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യുൽപാദനം നടത്തുക. അതുപോലെ ഇവോൾവ് ചെയ്യുക, അതിന് ഗ്രോത്ത് സംഭവിക്കുക, മാറ്റങ്ങൾ സംഭവിക്കുക. അതുപോലെ ബാഹ്യമായിട്ടുണ്ടാകുന്ന സ്റ്റിമുലസുകളോട്, ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാനും കഴിയുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ ലിവിങ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു ജീവനുള്ള വസ്തുവിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടാവണം. അപ്പം ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങൾ തൊട്ടാൽ അറിയുന്നു. അതാണ് റെസ്പോണ്ടിങ് ടു സ്റ്റിമുലൈ. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന, റീപ്രൊഡക്ഷന് കഴിയുന്ന, ഗ്രോത്ത് ചെയ്യുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുക. ജീവനില്ലാത്ത വസ്തുവിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല. ഒരാൾ ഡെഡായി കിടക്കുകയാണെങ്കിൽ അയാൾ വിളിച്ചാൽ കേൾക്കുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനാണ് ജീവനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഡെഫിനിഷനൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവനുള്ള വസ്തുവിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ആ വസ്തു ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഭൂമിയിൽ 2 തരം വസ്തുക്കളാണുള്ളത്. ദർ ആർ 2 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ദ വേൾഡ്. ഫസ്റ്റ് വൺ ലിവിങ്, സെക്കൻഡ് വൺ നോൺ ലിവിങ്. അപ്പോൾ നമ്മൾ ലിവിങ് വേൾഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അല്ലേ, ജീവലോകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പഠിക്കുന്നത് ജീവനുള്ള വസ്തുവിൻ്റെ പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം. ജീവനുള്ള വസ്തുവിൻ്റെ പ്രോപ്പർട്ടികൾ നമുക്ക് 5 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളാണ് പഠിക്കാനുള്ളത്. ഈ 5 എണ്ണത്തിനെ നമ്മൾ 2ആക്കി വിഭജിച്ചിട്ടുണ്ട്. ദ പ്രോപ്പർട്ടീസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി. എന്താ നോൺ ഡിഫൈനിങ്ങും ഡിഫൈനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? നോൺ ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതിനെയാണ് നോൺ ഡിഫൈനിങ് എന്ന് പറയാം. ഡിഫൈൻ എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും, അത് ജീവികൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടികൾ? 2 എണ്ണമാണ്. മൊത്തം 5 പ്രോപ്പർട്ടീസാണുള്ളത്. നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയിൽ ഒന്ന് ഗ്രോത്ത്, സെക്കൻഡ് വൺ റീപ്രൊഡക്ഷൻ. ഡിഫൈനിങ് പ്രോപ്പർട്ടീസിൽ പെടുന്നത് മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. അപ്പോൾ മൊത്തം 5 പ്രോപ്പർട്ടീസാണ് ലിവിങ് തിങ്സിനുള്ളത്. ഇതിനെ 2ആക്കി തരം തിരിച്ചിട്ടുണ്ട്, നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടിയും ഡിഫൈനിങ് പ്രോപ്പർട്ടിയും. ഈ ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, ഡിഫൈനിങ് പ്രോപ്പർട്ടി ഏതൊക്കെയാണ്, നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഏതൊക്കെയാണ്. അപ്പോൾ ഗ്രോത്തും റീപ്രൊഡക്ഷനും നോൺ ഡിഫൈനിങ്ങും, മെറ്റബോളിസവും സെല്ലുലാർ ഓർഗനൈസേഷനും കോൺഷ്യസ്നെസ്സും ഡിഫൈനിങ് പ്രോപ്പർട്ടീസാണ്. ഈ ഓരോന്നിനെയും കുറിച്ചുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഗ്രോത്ത്, വളർച്ച അല്ലേ മലയാളത്തിൽ പറയുന്നു. എന്താ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ദ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽ
ബൈ സെൽ ഡിവിഷൻ. ഒരു ജീവിയുടെ മാസിലും അതിൻ്റെ ഭാരത്തിലും അതിൻ്റെ നമ്പർ ഓഫ് സെല്ലിൽ മാറ്റം വരുന്നതാണ് ഗ്രോത്ത് എന്ന് പറയാം. ഈ രണ്ടെണ്ണത്തിനെയും, ഈ ഇൻക്രീസ് ഇൻ നമ്പറിനെയും ഇൻക്രീസ് ഇൻ മാസിനെയും നമ്മൾ പറയുന്ന പേരാണ് ട്വിൻ ക്യാരക്ടർ ഓഫ് ഗ്രോത്ത് എന്ന് പറയാം. വാട്ട് ഈസ് ദ ട്വിൻ ക്യാരക്ടർ ഓഫ് ഗ്രോത്ത്? ട്വിൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സ്വഭാവം. ദ ട്വിൻ ക്യാരക്ടർ ഓഫ് ഗ്രോത്ത് ഈസ് ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ. നമുക്കറിയാം സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടല്ലേ. സസ്യങ്ങളും വളരുന്നുണ്ട്, ജന്തുക്കളും വളരുന്നുണ്ട്. പക്ഷേ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വളർച്ചയിൽ വ്യത്യാസമില്ലേ അല്ലേ? നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ സസ്യങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ സസ്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വീട്ടിൽ ഒരു മരം നട്ട് ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക് ആ മരം ചിലപ്പോൾ വലിയ മരമായിട്ടുണ്ടാവും. ഓക്കെ, ഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരാളോട് പറയും ആ മരമല്ലേ ഞാൻ നട്ടതാന്നൊക്കെ പറയും. അപ്പോൾ ആളുകൾ ചോദിക്കും ഓ ഇത്ര വലിയ മരം ഈ നട്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. നമുക്ക് ഈ 10 വർഷം കൊണ്ട് ചിലപ്പോൾ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ മരങ്ങൾക്ക് വളരെ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ ഉണ്ടായതുകൊണ്ടാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതിനെക്കുറിച്ച് നിങ്ങൾ +1 തന്നെ ബോട്ടണിയിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വ്യത്യാസം? ഇൻ പ്ലാന്റ് ഗ്രോത്ത് ഒക്കർ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ, ബട്ട് ഇൻ ആനിമൽസ് ഗ്രോത്ത് ഈസ് ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. ഒരു പ്രത്യേക കാലഘട്ടം വരെയാണ് വളർച്ച. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു 20-22 ഏജ് വരെയാണ് മാക്സിമം ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കുക, എന്തെങ്കിലും ടിഷ്യൂസ് കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേത്തിന് മുറിവായി കഴിഞ്ഞാൽ അവിടെ പുതിയ സെല്ലുകൾ വരുന്നുണ്ട്, പക്ഷേ ബോഡിയുടെ ഗ്രോത്ത് പിന്നീട് സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ഇൻ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഗ്രോത്തിനെ ഒരു നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആക്കി എടുത്തത്? നമ്മൾ ജന്തുക്കളും വളരുന്നുണ്ട്, സസ്യങ്ങളും വളരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നോൺ ലിവിങ് ആയിട്ടുള്ള ചില വസ്തുക്കൾക്ക് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രോത്ത് ഓഫ് മൗണ്ടെയ്ൻസ് നിങ്ങൾ ജോഗ്രഫിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മൗണ്ടെയ്ൻസുകൾ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗ്രോത്ത് ഓഫ് സാൻഡ് മൗണ്ട്സ്, മണൽ കൂനകളൊക്കെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ ഇപ്പോൾ ഒരു മൗണ്ടൈൻ്റെ മേലെ വസ്തുക്കൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഗ്രോത്ത് സംഭവിക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിന് മേലെ വസ്തുക്കൾ ഇങ്ങനെ അടിഞ്ഞുകൂടി ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നോൺ ലിവിങ് വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. സോ ഗ്രോത്ത് ഈസ് നോട്ട് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ദ നോൺ ലിവിങ് സബ്സ്റ്റൻസ് ആൾസോ ഗ്രോ ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ ദെയർ സർഫസ്. സോ ഗ്രോത്ത് ഈസ് നോട്ട് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ ജീവനില്ലാത്ത പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആനിമൽസിൻ്റെ പ്രത്യേകത ഗ്രോത്ത് ഫ്രം ഇൻസൈഡ് ആണെങ്കിൽ ഇൻ നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഗ്രോത്ത് ഫ്രം ഔട്ട്സൈഡ് ആണ് കേട്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയും ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഗ്രോത്ത് എന്നുള്ളത്. ഇതൊരു നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആക്കി എടുക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, ലിവിങ് ഒബ്ജക്റ്റുകൾ മാത്രമല്ല നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്കും ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗ്രോത്ത് ഓഫ് മൗണ്ടെയ്ൻസും ഗ്രോത്ത് ഓഫ് സാൻഡ് മൗണ്ട്സും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഹാവിങ് features more or less similar to those of parents. ഓക്കെ, ഇപ്പോൾ ഒരു ജീവികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ ജീവിക്ക് സമാനമായ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പൂച്ചക്ക് കുഞ്ഞുണ്ടാകുന്നത് ആ പൂച്ചക്കുട്ടി ആയിരിക്കണം, ഒരു കോഴിക്ക് കുഞ്ഞുണ്ടാകുന്നത് കോഴി കുഞ്ഞായിരിക്കണം, ഒരു മനുഷ്യന് കുഞ്ഞുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവമുള്ള കുഞ്ഞായിരിക്കണം. ഇതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ റീപ്രൊഡക്ഷൻ ഈസ് 2 types: സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. 2 തരത്തിലുള്ള പ്രത്യുൽപാദനമാണ് പ്രകൃതിയിൽ കാണുന്നത്. ലൈംഗിക പ്രത്യുൽപാദനമുണ്ട്, അലൈംഗിക പ്രത്യുൽപാദനങ്ങളുണ്ട്. ആദ്യം അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ് നമ്മൾ പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കൂ, ഇതിനകത്ത് ഒരുപാട് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഫഞ്ചൈ അസെക്ഷൽ സ്പോറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഹൈഡ്ര അതുപോലെ ഈസ്റ്റ് തുടങ്ങിയ ജീവികൾ ബഡ്ഡിങ്ങിലൂടെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. പ്ലനേറിയ റീജനറേഷനിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ പിന്നീട് പഠിക്കുന്നുണ്ട്. പ്ലനേറിയ റീജനറേഷൻ. അതുപോലെ സം ഫംഗസ്, പ്രോട്ടോനീമ ഓഫ് മോസസ്, ഫിലമെൻറ്റസ് ആൽക്കെ, ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികളൊക്കെ ഫ്രാഗ്മെൻറ്റേഷനിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അമീബ, നിങ്ങൾ കേട്ടില്ല, അമീബ, അതുപോലെ
സംടൈം ബാക്ടീരിയ ആർ റീപ്രൊഡ്യൂസ്ഡ് ബൈ ബൈനറി ഫിഷൻ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡുകൾ നമുക്ക് പ്രകൃതിയിൽ കാണാൻ പറ്റും. ബട്ട് ഹയർ ആനിമൽസ് ലൈക്ക് ഹ്യൂമൻ ബീങ് ആർ റീപ്രൊഡ്യൂസ്ഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു അമീബയുടെ റീപ്രൊഡക്ഷൻ്റെ ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അമീബയുടെ ശരീരം രണ്ടായിട്ട് വിഭജിച്ചിട്ട് 2 അമീബ കുഞ്ഞുങ്ങളായിട്ട് മാറുന്നു. അതുപോലെ ബാക്ടീരിയയുടെ ചിത്രം നമുക്ക് കാണാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് അല്ലേ. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത ഇവരുടെ ഈ ഒരു ഒറ്റ സെല്ലേ ഉള്ളൂ ശരീരത്തിനകത്ത്. ഈ ഒരു സെല്ല് വിഭജിക്കുന്നു എന്ന് വെച്ചാൽ ഗ്രോത്ത് സംഭവിക്കുന്നു. ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ശരീരത്തിൻ്റെ വളർച്ച അല്ല സംഭവിക്കുന്നത്, റീപ്രൊഡക്ഷനാണ് സംഭവിക്കുന്നത് അല്ലേ. ഗ്രോത്തോടൊപ്പം തന്നെ നടക്കുന്നത് റീപ്രൊഡക്ഷൻ ആണെന്നുള്ളതാണ്. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, അമീബ ആൻഡ് യൂണിസെല്ലുലാർ ആൽഗെ, ഹിയർ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽ. ഇവിടെ ഗ്രോത്ത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ രണ്ടും വേർതിരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലേ. ഇനി എന്തുകൊണ്ടാണ് റീപ്രൊഡക്ഷനെ നമ്മളൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാക്കി എടുക്കാത്തത്? അങ്ങനെ ചോദ്യം വന്നാൽ വൈ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി? അതിന് ഉത്തരം നമുക്ക് പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും റീപ്രൊഡക്ഷൻ കഴിവില്ല. ഫോർ എക്സാമ്പിൾ നോക്കുക, മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർ കഴുത എന്നാണ് പറയുക, മ്യൂൾ. അതുപോലെ ഈ തേനീച്ച വർഗത്തിൽ വർക്കർ ഹണി ബീകളുണ്ട്. അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. വർക്കർ ഹണി ബീസ് അവരെ നമ്മൾ സ്റ്റെറൈൽ വർക്കർ ബീസ് എന്ന് പറയും. അതുപോലെ ഇപ്പം മനുഷ്യരിൽ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളുണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. സോ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അപ്പോൾ പറയുകയാണെങ്കിൽ മെനി ഓർഗാനിസംസ് ലൈക്ക് മ്യൂൾസ്, സ്റ്റെറൈൽ വർക്കർ ബീസ് ആൻഡ് ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് ഡസ് നോട്ട് റീപ്രൊഡ്യൂസ്. സോ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ എൻട്രൻസിലേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചില ജീവികളെ എങ്ങനെയാണ് നിർമ്മിച്ചെന്നുള്ളത്. അപ്പോൾ മ്യൂള് അല്ലേ, മ്യൂള് എന്ന് നമ്മൾ പറഞ്ഞു കോവർ കഴുത. മ്യൂള് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മെയിൽ ഡോങ്കിയും ഫീമെയിൽ ഹോഴ്സും തമ്മിൽ ഇൻ്റർകോഴ്സ് ഉണ്ടാകുന്ന ഒരു ഇനമാണ് മ്യൂൾ എന്ന് പറയുന്നത്. മെയിൽ ഡോങ്കി, ഫീമെയിൽ ഹോഴ്സ് ഇപ്പോൾ ചോദിക്കാറുണ്ട്. അതുപോലെ വേറൊരു ജീവിയാണ് ഹിന്നി എന്ന് പറയുന്നൊരു ജീവി. ഓക്കെ, ഹിന്നി ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഹിന്നിയുടെ ആ ചിത്രത്തിന് കണ്ടാൽ മനസ്സിലാവും ഇവർ ആരൊക്കെ തമ്മിലാണ് ജോയിൻ ചെയ്യുന്നുള്ളതാണ്. മെയിൽ ഹോഴ്സും ഫീമെയിൽ ഡോങ്കിയും തമ്മിൽ ഇൻ്റർകോഴ്സ് നടത്തുമ്പോൾ കിട്ടുന്ന ജീവിയാണ് ഹിന്നി. ഇങ്ങനെ വേറെയും കുറേ ജീവികളുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുന്നുണ്ട്. ഓക്കെ, ലൈഗർ എന്ന് പറയുന്ന ജീവികൾക്കുണ്ട്, ലൈഗർ, ലയണും ടൈഗറൊക്കെ. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത സ്പീഷീസാണ്. ഡോങ്കി വേറെ സ്പീഷീസാണ്, ഹോഴ്സ് വേറെ സ്പീഷീസാണ്. പക്ഷേ ഈ മ്യൂളിന് പിന്നീട് റീപ്രൊഡക്ഷൻ ഇല്ല. വേറെ മ്യൂൾ ഉണ്ടാവണമെങ്കിൽ ഇതേപോലെ തന്നെ ഹോഴ്സും ഡോങ്കിയും തമ്മിൽ ഇൻ്റർകോഴ്സ് നടത്തന്നെ വേണം. അല്ലാതെ ഈ മ്യൂളിൽ നിന്ന് വേറെ മ്യൂളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് റീപ്രൊഡക്ഷൻ ഇസ് നോട്ട് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഗ്രോത്തും റീപ്രൊഡക്ഷൻ. മെറ്റബോളിസം മലയാളത്തിൽ ഉപാപചയം എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് ജൈവരാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ എല്ലാ ജൈവരാസപ്രവർത്തനങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് മെറ്റബോളിസം. The sum total of all biochemical reaction occur inside the living organism is called metabolism. Metabolism is 2 types. 2 തരം മെറ്റബോളിസങ്ങളാണ് ഉള്ളത്, നിങ്ങൾക്കറിയാം. ഫസ്റ്റ് വൺ ആനബോളിസം, രണ്ടാമത്താണ് കാറ്റബോളിസം. ഉപജയ പ്രവർത്തനങ്ങളുണ്ട്, അപജയ പ്രവർത്തനങ്ങളുണ്ട്. ആനബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്, നിർമ്മാണ പ്രവർത്തനം. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ഒരു എക്സാമ്പിളാണ്, പ്രോട്ടീൻ സിന്തസിസ്, ഇവിടെയൊക്കെ നിർമ്മാണമാണ് നടക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും പ്രോട്ടീൻ നിർമ്മാണം. റൈബോസോമിൽ വെച്ചിട്ട് അമിനോ ആസിഡ് കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കും അല്ലേ. അവിടെ ഈ ചെറിയ അമിനോ ആസിഡ് കൂടിയിട്ട് വലിയ പ്രോട്ടീൻ തന്മാത്രം നിർമ്മിക്കുകയാണ് ചെയ്യുക. ഫോട്ടോസിന്തസിസ് നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടിയിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ്? ആനബോളിക് റിയാക്ഷനാണ്. എന്നാൽ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്, വിഘടന പ്രവർത്തനം എന്നാണ് പറയുക. സെല്ലുലാർ റെസ്പിറേഷൻ, അവിടെ നമ്മൾ ഗ്ലൂക്കോസ് വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അങ്ങനെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് മെറ്റബോളിസം എന്നും അതിനകത്തുള്ള 2 തരം പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ആനബോളിസും ഉണ്ട് കാറ്റബോളിസും, നന്നായിട്ട് മനസ്സിലാക്കുക.
ഇത് ഒരു ജീവനുള്ള വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത്തരം രാസപ്രവർത്തനം നടക്കുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമായിരിക്കും. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഇത് ഏത് തരം ജീവികളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആക്കിയിട്ട് പറയാം. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. നമ്മൾ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നൊരു ഒരു കാര്യമാണ് എവറി ഓർഗാനിസം ഈസ് മേഡ് അപ്പ് ഓഫ് സെൽ. ഏതൊരു ജീവിയെ നിർമ്മിച്ചിട്ടുള്ളത് കോശങ്ങളാലാണ്, അല്ലേ? ഓൾ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഈസ് മേഡ് അപ്പ് ഓഫ് 1 or more സെൽസ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നൊരു കാര്യം. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഏതൊരു ജീവിക്കും ഈ ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആക്കി പറയാം. നോക്കൂ, നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിക്കുക. ആദ്യ ലെവലാണ് ആറ്റോമിക് ലെവൽ. ഏതൊരു ജീവിയുടെയും അല്ല ഏതൊരു വസ്തുവിൻ്റെയും അടിസ്ഥാനമാണ് ആറ്റം. ആറ്റോമിക് ലെവൽ കഴിഞ്ഞാൽ പിന്നീട് മോളിക്കുലർ ലെവലാണ്, കുറച്ചും തന്മാത്രാ ലെവൽ എന്നാണ് പറയുക. മോളിക്കുലർ ലെവൽ കഴിഞ്ഞാൽ പിന്നീടുള്ള ലെവലാണ് സബ് സെല്ലുലാർ ലെവൽ എന്നാണ് പറയുക. നമ്മൾ ബയോളജിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് പറയും. കോശത്തിനുള്ളിൽ ധാരാളം സെൽ ഓർഗനൽസ് ഉണ്ട്, അല്ലേ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, റൈബോസം. അപ്പോൾ ഇത് ഉണ്ടാവണം ആദ്യം. അപ്പോൾ ആറ്റോമിക് ലെവൽ, മോളിക്കുലർ ലെവൽ, പിന്നീട് സബ് സെല്ലുലാർ ലെവൽ, അതായത് സെൽ ഓർഗനൽസ്. അങ്ങനെ ഒരുപാട് ഓർഗനൽസ് കൂടിക്കഴിഞ്ഞാൽ സെല്ലുലാർ ലെവൽ, അല്ലേ? ഒരു സെല്ലായിട്ട് മാറും. ഈ പറയുന്ന മൈറ്റോകോൺട്രിയ, റൈബോസോമും ഗോൾജി കോംപ്ലക്സ് കൂടുമ്പോൾ സെല്ലുലാർ ലെവലെത്തും. സെല്ലുലാർ ലെവലിൽ കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സെല്ലുകൾ കൂടി കഴിഞ്ഞാൽ ടിഷ്യൂ ലെവലാണ്. അവിടെ കഴിഞ്ഞാൽ പിന്നീട് ടിഷ്യൂസ് കൂടി ചെയ്യുന്ന കഴിഞ്ഞാൽ ഓർഗൻ ലെവൽ, ഓർഗനിൽ കൂടിക്കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം ലെവൽ, അല്ലേ? ഒരുപാട് ഓർഗൻസ് കൂടുമ്പോഴാണ് ഒരു അവയവ വ്യവസ്ഥയായിട്ട് ഒരു ഓർഗൻ സിസ്റ്റമായിട്ട് മാറുക. അങ്ങനെ ഒരുപാട് ഓർഗൻ സിസ്റ്റങ്ങൾ കൂടുമ്പോൾ ഇറ്റ് ബിക്കം ആൻ ഇൻഡിവിജ്വൽ, ഒരു ജീവിയായിട്ട് മാറും, അല്ലേ? അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു ജീവിയുടെ സെല്ലുലാർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്നതാണ്. ലിവിങ് തിങ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ 5ാമത്തെ പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ്. എന്താ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? ആ ബോധം, പ്രതികരണശേഷി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ശബ്ദം, എൻ്റെ ശബ്ദം നിങ്ങൾ ചെവിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, നമ്മൾ അറിയുന്നു, മണക്കുന്നു, തൊഴുന്നു, അല്ലേ? ഇതാണ് കോൺഷ്യസ്നെസ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ എബിലിറ്റി ഓഫ് ആൻ ഓർഗാനിസം ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു എൻവയോൺമെൻറ്റൽ സ്റ്റിമുലസ്. പരിസ്ഥിതി ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളോട് റെസ്പോണ്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും പ്ലാന്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ. പ്ലാന്റ് ഈ ഭാഗത്ത് നിന്ന് ലൈറ്റ് വരുമ്പോൾ ആ ഭാഗത്തേക്ക് പ്ലാന്റ് ബെൻഡ് ചെയ്ത് വളരും, അല്ലേ? അവിടെ ആ പ്ലാന്റ് ലൈറ്റിനോടാണ് റെസ്പോണ്ട് ചെയ്തത്. ആ പ്ലാന്റിൻ്റെ ഒരു ജീവൻ ഉണ്ടായതുകൊണ്ടാണ്. നമ്മളെ ചെവിയിലേക്ക് ശബ്ദം വരുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ലിവിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റിമുലസുകളോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ് ഉദ്ദേശിക്കുന്നത്. സ്റ്റിമുലസ് ഈസ് 3 types. 3 തരം സ്റ്റിമുലസുകളാണുള്ളത്: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. ഈ 3 ടൈപ്പ് സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം നമ്മൾ ഈ പ്രകൃതിയെ തൊട്ടറിയുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? ത്രൂ അവർ 5 സെൻസ് ഓർഗൻസ് ആണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ് സെൻസ് ദ എൻവയോൺമെൻറ്റ് ത്രൂ സെൻസ് ഓർഗൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ലൈക്ക് ലൈറ്റ്, ഗ്രാവിറ്റി, വാട്ടർ, കെമിക്കൽസ്, ഇങ്ങനെയുള്ള പലതിനോടും പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ജിയോട്രോപ്പിസം, കീമോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം, അല്ലേ? പല പേരുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റിമുലസിനോടൊക്കെ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നീലക്കുറിഞ്ഞി, കണിക്കൊന്ന, മെയ് ഫ്ലവർ എന്ന് കേട്ടില്ലേ? ചില പൂക്കളൊക്കെ ഉണ്ടാവും, അവർ പ്രത്യേക സീസണിലാണ് ആ ഒരു പൂവ് വിട്ടിരുന്നത്. അതുപോലെ ചില ജീവികളുണ്ട്, ചില സീസണിലായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിക്കപ്പെടുക. അത്തരം ജീവികളെ നമ്മൾ പറയുന്നപ്പോഴാണ് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുന്നത്. സീസണൽ ബ്രീഡേഴ്സ്. മറ്റുള്ള ജീവികളൊക്കെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സാണ്. ഏത് സമയത്തും പൂവിടുകയും ഏത് സമയത്തും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ജീവികളാണ് ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ ഈ സീസണൽ ബ്രീഡേഴ്സിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ കണിക്കൊന്നൊക്കെ നമുക്കറിയാം ഒരു ഏപ്രിൽ മാസങ്ങളിലാണ് പൂവിടേണ്ടത്. ഇപ്പോൾ അത് ജനുവരി തന്നെ പൂവിടുന്ന കാലഘട്ടം വന്നിട്ടുണ്ട്, അല്ലേ? അതിന് കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റാണ് ഇവരെ ഇതിനെ സഹായിക്കുന്നത്. പക്ഷേ ഏപ്രിൽ ആണ് അത് പൂവിടുന്നത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ചൂട് കാലമാണ് അതിന് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ജനുവരി തന്നെ അത് പൂവിടുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ ഏപ്രിൽ കിട്ടുന്ന നമ്മുടെ വെയിലിൻ്റെ അതേ ഗാഢത നമുക്ക് ജനുവരിയിൽ തന്നെ വേനൽക്കാലം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ജനുവരിയിലും ഫെബ്രുവരിയിലും ഈ ഒരു ചെടി പൂവുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് ഇതൊക്കെ കറക്റ്റ് സീസണബിളായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ താളം തെറ്റി നമ്മളെ എൻവയോൺമെൻറ്റിന് സംഭവിച്ച മാറ്റമാണ്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ജീവികളിൽ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് അത് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ പീരിയഡ് എന്നാണ് പറയുക. അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഫോട്ടോ പീരിയഡ്. ഇൻ ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോട്ടോ പീരിയഡ് അഫക്റ്റ് ദ റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ്. ഇത്തരം ജീവികളിൽ പ്രത്യുൽപാദനത്തിന് ഈ ലൈറ്റ് വളരെ ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആ സമയത്താണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓൾ ഓർഗാനിക് ഇപ്പോൾ നമ്മളിവിടെ അല്ല, ഇതേപോലെ തന്നെ മൈക്രോബ്സും നിങ്ങൾ എല്ലാ ജീവികളും റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഒച്ചിങ്ങനെ എഴിഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ അതിനെ തൊട്ടുകൊണ്ടു അതിനെ തല വലിക്കും, അത് റെസ്പോൺസാണ്. ഒരു തേരട്ട അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ തൊട്ടുകൊണ്ട് ചിലപ്പോൾ കിടന്ന് ചുരുളും അല്ലേ? അപ്പോൾ അതൊക്കെ ആ ഒരു ജീവികളുടെ റെസ്പോണ്ടുകളാണ്. ഇങ്ങനെ ഒരുപാട് എല്ലാ ജീവികൾക്കും പല ടൈപ്പ് റെസ്പോൺസ് നമുക്ക് പ്രകൃതിയിൽ കാണാൻ പറ്റും. പ്രകൃതിയെ നിരീക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഓൾ ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ് എന്നുള്ളൊരു പ്രയോഗം നമുക്ക് പറയാം. ദേ ആർ അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ്. പക്ഷേ ഈ ഒരു എല്ലാ ജീവികളും ഭൂലോകത്തുണ്ടെങ്കിലും മനുഷ്യന് മാത്രമുള്ള കഴിവെന്താണ്? സെൽഫ് കോൺഷ്യസ്നെസ്. സ്വബോധം എന്ന് പറയുന്നൊരു കാര്യമാണ്. മനുഷ്യരുടെ ഒരു ഗുണമാണ് സെൽഫ് കോൺഷ്യസ്നെസ്. അത് ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ ബീങ് ഈസ് ദ ഓൺലി ഓർഗാനിസംസ് ഹാവിങ് സെൽഫ് കോൺഷ്യസ്നെസ് ഈസ് അവെയർ ടു ഹിംസെൽഫ്. ഓക്കെ എന്നുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റുക. ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനേഷനിലേക്ക് നോക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ജീവിയാണ് നമ്മൾ ജീവൻ ഉള്ള ജീവി അല്ലേ? ലിവിങ് ഓർഗാനിസം എന്ന് പറയാം. ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിങ് മീൻസ് ഇവിടെ ഗ്രോത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവോൾവ് എന്ന് പറഞ്ഞാൽ ഇവോൾവിങ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ്, ഇൻട്രാക്റ്റീവ് സിസ്റ്റം ആൻഡ് കാപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആദ്യത്തെ ജീവൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നോട്ടുകൾ വീഡിയോയിൽ നോക്കി എഴുതിയെടുക്കണം. സിമ്പിളാണ് കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.